കാതോലിക്ക ബാബയ്ക്ക് വിശദീകരിക്കാൻ കഴിയുമോ ഈ അബദ്ധം ഏതാണെന്ന്? ഭാരതീയരുടെ അബദ്ധം ഏതാണ് പറയാമോ? ചർച്ച ചെയ്യേണ്ടതല്ലേ നമ്മൾ? ഭാരതീയർ അബദ്ധം കൈവെടിഞ്ഞു. മാർത്തോമ വഴിയായി ഇന്ത്യ രാജ്യം കറകളിൽ നിന്ന് കഴുകപ്പെട്ടു. ഏതാണ് ഈ കറ? ഹിന്ദുവിൻ്റെ ആരാധനാക്രമങ്ങൾ, വിശ്വാസങ്ങൾ, ബഹുദേവതാ സങ്കല്പങ്ങൾ ഒക്കെയല്ലേ കറകൾ? അതൊക്കെയല്ലേ അബദ്ധം? അതൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമാണ്. അതൊക്കെ തെറ്റാണെന്നും കറയാണെന്നും അബദ്ധങ്ങളാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതെന്നൊക്കെ പറയുന്നത്, അത് അങ്ങനെ പറയുന്നത് എല്ലാ കാലവും കേട്ടിരിക്കണോ? അത് ആലോചിക്കേണ്ടതാണ്. തീർന്നില്ല. തോമാശ്ലീഹ വഴിയായി ഇന്ത്യ രാജ്യം അബദ്ധത്തിൽ നിന്ന് സത്യത്തിലേക്ക് തിരിഞ്ഞു. ഹിന്ദുക്കൾ മുഴുവൻ അബദ്ധത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിലേക്ക് തിരിയുകയാണ് മാർത്തോമ സെൻറ് തോമസ് വഴിയായി ചെയ്തത്. മാർത്തോമായിൽ അവൾ അഥവാ ഇന്ത്യ പ്രകാശിക്കപ്പെടുകയും വിഗ്രഹ ആരാധനയാകുന്ന അന്ധകാരത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങളിലെ ആരാധന, കേരളം മുഴുവൻ ക്ഷേത്രങ്ങളാണ്, അതൊക്കെ അന്ധകാരം നിറഞ്ഞതാണ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പുരോഹിതന്മാരിതൊക്കെ ഓർക്കാം. മിഷണറിമാരും പുരോഹിതന്മാരും ഒക്കെ ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. അതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത്? ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. മാർത്തോമായാൽ വിഗ്രഹാരാധനയാകുന്ന അബദ്ധം ഇന്ത്യയിലെ ജനത്തിൽ നിന്ന് തുരത്തപ്പെട്ടു. എന്നുവെച്ചാൽ തുരത്തി ഓടിക്കുകയാണ് മിഷണറിമാർ ചെയ്തത് എന്ന്. ഹിന്ദുക്കളുടെ ഹിന്ദുത്വത്തെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു വാക്യം ഇതാണ്: അല്ലയോ തോമായേ, കറുത്തവളായ ഭാരതവധുവിനെ നീ ഹിമത്തെക്കാളും വെള്ളവസ്ത്രത്തെക്കാളും സുശോഭിതയാക്കി. കുരിശിൻ്റെ വെളിച്ചം അവളുടെ കറുത്ത നിറത്തെ മായ്ച്ചു കളഞ്ഞു. ഇതൊക്കെ കേട്ടിരിക്കണമോ? ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് വീണ്ടും ചർച്ച ചെയ്യണമോ? ഒരു കാര്യം ഇല്ലാത്ത നുണ പറഞ്ഞ് സമൂഹത്തിൽ ഛിദ്രമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ചരിത്രം, വസ്തുതകൾ ഹിന്ദുക്കളെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ട്, ഭാരതീയരെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടെന്ന് ഓർക്കേണ്ടതാണ്. മുഴുവൻ ഭാരതത്തിനെയും മതം മാറ്റാം എന്നാണ്, നമുക്ക് കൂട്ടായി ചേർന്ന് പ്രവർത്തിക്കാം എന്നൊക്കെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ലേഖനം, വിശുദ്ധ തോമാശ്ലീഹ ഹിന്ദുമതോദ്ധാരകൻ എന്ന ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കാം. അനന്തരഫലമായി അവിടെ ഉണ്ടായിരുന്ന കരിങ്കൽ ബിംബങ്ങൾ പലതും തകർത്ത് ക്ഷേത്രത്തിൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ ശ്ലീഹ ബലിപീഠം നിർമ്മിക്കുകയും അവിടെ നിത്യപരമപിതാവിന് ശ്ലീഹ സ്തോത്രബലി സമർപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് വിശുദ്ധ ഈ കാതോലിക്ക ബാബ അദ്ദേഹം ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളതാണ്. വിഗ്രഹങ്ങളെ തച്ച് തകർത്തവിടെ പള്ളി പണിതു എന്ന് എഴുതി വെച്ചത് RSS അല്ല. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ എവിടെ പോയി നിൽക്കും? ഒന്ന് ഉത്തരം പറയേണ്ടതാണ്.